സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ, മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവേ, ദൈവമേ കർത്താവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 43 മുതലുള്ള വാക്യം. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ. നിമിഷം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വചനമാണ്. നമ്മളിപ്പോ കേൾക്കുമ്പോ മുൻപ് കേട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവഭയം ഉണ്ടാകണം. ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ ഇടപെടലുകൾ അനുഭവിക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. എന്താ നല്ല വൃക്ഷം, എന്താ ചീത്ത ഫലങ്ങൾ? നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. അതായത് നല്ല ഫലം ആത്മാവിന്റെ ഫലങ്ങളാണ് സ്നേഹം, ശാന്തി, ആനന്ദം, സന്തോഷം, ദയ, സൗമ്യത, ആത്മസൗമ്യത. ഇതെല്ലാം യഥാർത്ഥമായിട്ട് നല്ല ഫലങ്ങളാണ്. ചീത്ത ഫലങ്ങൾ എന്ന് പറഞ്ഞതായിരിക്കണം കോപം, വെറുപ്പ്, വിദ്വേഷം, അസൂയ, അഹങ്കാരം, ജഡികത, മൂഢത. അതെല്ലാം തിന്മയായിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കോപ സ്വഭാവം അല്ലെങ്കിൽ വെറുപ്പിന്റെ സ്വഭാവം സൂക്ഷിക്കുക എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി നല്ല വൃക്ഷമാണെന്നാണോ പറയുന്നത്? അത് ചീത്ത വൃക്ഷമായിരിക്കും. അപ്പൊ ചീത്ത വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കും. നല്ല വൃക്ഷം എന്ന് പറയുന്നെങ്കിൽ നമ്മളിൽ നല്ല വൃക്ഷം ആരൊക്കെയായിരിക്കും? നമ്മളിൽ നല്ല വൃക്ഷം എന്ന് പറയുന്നെങ്കിൽ നമ്മൾ നല്ല വൃക്ഷമാണോ? നമ്മളില് അഹങ്കാരം സൂക്ഷിക്കുന്നുണ്ടോ? വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ടോ? വൈരാഗ്യം ഉണ്ടോ? കൊല്ലാനുള്ള മനോഭാവം ഉണ്ടോ? അങ്ങനെയെല്ലാം വിധിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്നല്ല നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല വൃക്ഷം അല്ല എന്നുള്ളതാണ്. നല്ല വൃക്ഷം എന്ന് പറയുന്നെങ്കിൽ നല്ല സമരിയായക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല വൃക്ഷത്തെ കുറിച്ച് നമ്മൾ കേട്ടു. നല്ല കള്ളനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല ഇടയനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നല്ല വിത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നല്ല നിലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ നല്ല എന്ന് പറയുന്നതെല്ലാം നമ്മളൊന്ന് പരിശോധിച്ചെടുക്കണം. നല്ല വൃക്ഷം
ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നില്ല. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു, ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകും. ഹല്ലേലൂയ. നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മൾ ഇഷ്ടം പോലെ നല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല അയൽവാസിയെ കുറിച്ച്, നല്ല അയൽക്കാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല അയൽക്കാരൻ ആരായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? എന്താ നല്ല അയൽക്കാരന്റെ ഒരു പ്രത്യേകത? നമുക്ക് ഇഷ്ടംപോലെ അയൽക്കാരുണ്ട്. നല്ല അയൽക്കാരൻ, മറ്റുള്ളവർക്ക് നമ്മൾ നല്ല അയൽക്കാരാകുക, നമുക്ക് മറ്റുള്ളവർ നല്ലൊരു അയൽക്കാരുണ്ടാകുക, അത് നല്ലതാ. ആ ബന്ധം സൂക്ഷിക്കാന്ന് പറയും, ആ ഫലം സൂക്ഷിക്കാന്ന് പറയും, ആ ബന്ധത്തെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകാന്ന് പറയും. ഹല്ലേലൂയ. ചില ആളുകളുണ്ട് വെറുപ്പങ്ങ് ഉള്ളിലേക്ക് ഒരാളോട് വെറുപ്പ് തോന്നിയ ആ ഒരു അവസ്ഥ സൂക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന ആളുണ്ട്. മരിച്ചാലും ആ വെറുപ്പ് മാറില്ലാത്ത ആളുകളുണ്ട്. ചിരിച്ച് വർത്താനം പറയും, ഭയങ്കര നല്ല കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ നല്ല നല്ല വർത്താനം പറയും. വേറെ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോ അതിനെ കുറിച്ച് കുറ്റവും പറയും, മോശവും പറയും. എങ്ങനെയെല്ലാം തകർക്കാവോ അതെല്ലാം ഇടിച്ചു തകർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അപ്പൊ നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കും. നല്ല വൃക്ഷം ഒരിക്കലും ചീത്ത ഫലം പുറപ്പെടുവിക്കില്ല. അപ്പോ നമ്മളിങ്ങനെ ചിന്തിക്കുക, ഒരു മനുഷ്യൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര പുറപ്പെട്ടു. ചിന്തിച്ചോളണം. ജെറീക്കോ എന്ന് പറഞ്ഞാൽ വിജാതീയന്റെ പട്ടണം, ജെറൂസലേം എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യമുള്ള, ദൈവത്തിന്റെ വാഗ്ദാന പേടകം സ്ഥാപിച്ചിരിക്കുന്ന ജെറൂസലേം ദൈവാലയം പണിത ആ ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് നിന്ന് വിജാതീയന്റെ പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെടുവാണ്. ആര്? ഒരു മനുഷ്യൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെടുക എന്ന് പറഞ്ഞാണെങ്കിൽ ഓർത്തോളം, അവൻ എവിടത്തെ ആയിരുന്നു? ജെറൂസലേമിന്റെ ആയിരുന്നു, ദൈവത്തിൻ്റെതായിരുന്നു. അവിടുന്ന് അന്യദേവ ആരാധനയിലേക്കോ തിന്മയുടേതായ അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് ദൈവത്തെ മറന്ന് ഉപേക്ഷിച്ച്, ഇപ്പൊ ധൂർത്തപുത്രനെ പോലെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ദൂരേക്ക് പോകുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് പല ആളുകളെയും കണ്ടുമുട്ടേണ്ടതായിട്ട് വരുന്നു. ഏതൊക്കെ വ്യക്തി? ആദ്യം കണ്ടുമുട്ടിയ വ്യക്തി ആരാണ്? ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുന്ന വഴിയിൽ ഈ മനുഷ്യൻ ആദ്യം കണ്ടുമുട്ടിയത് ആരാണ്? ആരെയാണ് ആദ്യം കണ്ടുമുട്ടിയത്? കള്ളന്മാരല്ലേ, കവർച്ചക്കാരല്ലേ കണ്ടുമുട്ടിയേ? ആദ്യം ഈ മനുഷ്യൻ കണ്ടുമുട്ടിയത് കവർച്ചക്കാരിയാണ്. നമ്മൾ ഓർക്കണം, നമ്മള് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമുക്ക് ആദ്യം കൂട്ടുകിട്ടുന്ന ആരായിരിക്കും അറിയാവോ? നമ്മള് കുറ്റം പറയാൻ തുടങ്ങുമ്പോ നമുക്ക് അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളെ നമുക്ക് കൂട്ടുകിട്ടുന്നു. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ദൈവാരാധന കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ നമുക്ക് കൂട്ടുകിട്ടിയത്, ദൈവത്തെ മറന്ന് നമ്മള് ദൈവത്തെ അല്പനേരം മാറ്റിവെച്ച് പോകുന്ന സമയത്ത് നമുക്ക് അതേ സ്വഭാവമുള്ള, അതായത് തിന്മ നിറഞ്ഞ ഒരു സ്വഭാവമുള്ള ആള്, നമ്മൾ തിന്മയിലേക്ക് പോയപ്പോ തിന്മ നിറഞ്ഞ ഒരു സ്വഭാവമുള്ള ആളെ നമുക്ക് കൂട്ടുകിട്ടും. കുറ്റം പറയുന്ന ഒരാളെ നമുക്ക് കൂട്ടുകിട്ടുന്നു, നുണ പറയുന്ന ആളെ നമുക്ക് കൂട്ടുകിട്ടുന്നു, കള്ളത്തരം ചെയ്യുന്ന ആളെ നമുക്ക് കൂട്ടുകിട്ടുന്നു. അപ്പൊ എല്ലാ തരത്തിലുള്ള ദോഷ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്ന സമയത്ത് അതേ ദോഷ സ്വഭാവമുള്ള വേറെ ആളുകൾ നമുക്ക് കൂട്ടും. അതിനേക്കാൾ മോശമായ ആളുകൾ നമുക്ക് കൂട്ടുകിട്ടും. ഇവിടെ നമുക്ക് കണ്ടുകൂട്ടാൻ പറ്റുന്നത്, ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഒരു മനുഷ്യൻ. അവന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര പുറപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? കവർച്ചക്കാര് എന്തായിരിക്കും അവന്റെ നിന്ന് എടുത്തേക്കണേ? പണം ഉണ്ടായില്ലേ അപ്പൊ അവന്റെ കയ്യില്? പിന്നെ വേറെ എന്തുണ്ടായിരുന്നു? പണ്ടം ഉണ്ടാവും, പിന്നെ വേറെ എന്തുണ്ടായിരുന്നു? അവൻ ഇട്ടായിരുന്ന വസ്ത്രമില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? വസ്ത്രമില്ലാതെ അല്ല പോയത്. വസ്ത്രം ധരിച്ചുകൊണ്ട് പോയപ്പോ അതുപോലും ആരെടുത്തു?
കവർച്ചക്കാർ അതുപോലും എടുത്തു. പിന്നെ അവൻ പോയപ്പോൾ അവന് പ്രാണനുണ്ടായിരുന്നു, പക്ഷെ എന്താ ജീവൻ ഉണ്ടായിരുന്നു. അതുപോലും കവർച്ചക്കാരൻ ചെയ്തു, മുറിപ്പെടുത്തി അർത്ഥപ്രാണനാക്കി എന്ന് പറഞ്ഞു, പകുതി ജീവനാക്കി, അർത്ഥപ്രാണനാക്കി. അവരെന്ത് ചെയ്തു? ഇവന്റെ കയ്യിൽ നിന്ന് നേടാവുന്നതെല്ലാം മാക്സിമം നേടിയിട്ട് അവനെ വഴിയില് ഉപേക്ഷിച്ചു കളഞ്ഞിട്ട് അവര് കടന്നു കളഞ്ഞു. ചിന്തിച്ചോളണം, നമ്മൾ ചെന്ന് പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആത്മീയത നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കൂട്ടുചേർന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കണം പ്രിയമുള്ളവരെ, നമ്മള് ഒരുപാട് ചിന്തിച്ചു വേണം ഓരോ സ്റ്റെപ്പ് മുമ്പിലേക്ക് വെക്കാൻ. ഒരുപാട് ചിന്തിച്ചു വേണം. ഇത് വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. ഞാൻ കണക്കുകൂട്ടി മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതല്ല. ഇപ്പോ ഇങ്ങനെ ദൈവം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തന്നുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ മാത്രമാണ്. നമ്മൾ വായിച്ച വചനം, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയേണ്ടത്, സ്വഭാവത്തിൽ നിന്നാണ് ആ മനുഷ്യൻ ആരാണെന്ന് അറിയണം, അവന്റെ പെരുമാറ്റത്തിൽ നിന്നാണ് ആ വ്യക്തി ആരാണെന്ന് അറിയുന്നത് എന്നാ എന്റെ വാക്കില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതം കണ്ടേച്ച് നമ്മൾ എത്ര നല്ല നല്ല ഡ്രസ്സ് എടുത്തിട്ട് വെച്ച് നല്ല ചിരിച്ചൊക്കെ ഇരുന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ല തനി സ്വഭാവം പുറത്തേക്ക്. ആ തനി സ്വഭാവം പുറത്തേക്ക്, അതാണ് ഫലം. ആ ഫലത്തിൽ നിന്നാണ് ആ മനുഷ്യൻ ആരാണ്, അവൻ ആരാണ്, അല്ലെങ്കിൽ അവൾ ആരാണെന്ന് അറിയുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ നല്ല വൃക്ഷം ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നില്ല. നമ്മളോ ഇടയ്ക്കിടയ്ക്ക് നല്ലത് പുറപ്പെടുവിക്കും, ഇടയ്ക്കല്ല മിക്കവാറും ചീത്തയും പുറപ്പെടുവിക്കും. ഇതാണ് നമ്മളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവസന്നിധിയിൽ ആണോ, ദൈവത്തിൻ്റെതാണോ, നമ്മൾ അവകാശപ്പെടും ദൈവത്തിൻ്റെയാണ്. ഒരു സ്വഭാവം കൊണ്ട് പിശാച് നമ്മളെ അവകാശം പറയും, പിശാച് നമ്മളെ അവകാശം പറയും. മോശയുടെ വസ്ത്രത്തെ ചൊല്ലി ദൈവത്തിന്റെ മിഖായേലുമായിട്ട് ഒരു തർക്കം ഉണ്ടായി. ആര്? പിശാച് ഒരു തർക്കം ഉണ്ടായോ മോശയുടെ വസ്ത്രത്തെ ചൊല്ലി? ഹല്ലേലൂയ. അവന്റെ വസ്ത്രത്തെ പ്രതി അവൻ നരകത്തിന് അർഹനാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവകാശം പറഞ്ഞുകൊണ്ട് വന്നതാണ് പിശാച്. നമ്മൾ പറഞ്ഞ ഓരോ വാക്കുകളെ കുറിച്ച് ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ഓരോ വാക്കുകളും വിധി ദിവസത്തില് അത് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പൊ നല്ല മനുഷ്യന്റെ ഹൃദയത്തിന്റെ നല്ല ഭണ്ഡാരത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അവന്റെ ഭണ്ഡാരം എങ്ങനത്തെയാണ്? അവൻ സൂക്ഷിച്ചേക്കുന്ന എന്താണ്? നല്ലത് മാത്രമേ സൂക്ഷിച്ചിട്ടുള്ളൂ, നന്മ മാത്രമേ സൂക്ഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ പോക്കറ്റിൽ ഞാൻ എന്തോ സൂക്ഷിച്ചിട്ടുണ്ടോ അതേ എന്റെ പോക്കറ്റിനെടുത്ത് കൊടുക്കാൻ പറ്റൂ. ക്രൈസ്തല്ലോ. നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ദൈവവചനം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവവചനം എടുത്ത് കൊടുക്കാൻ പറ്റും. ദൈവവചനം സൂക്ഷിച്ചിട്ടില്ലെങ്കിലോ ദൈവവചനം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ദൈവവചനം കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോ ബാക്കി കൊടുക്കേണ്ടി വരും. വെറും മാനുഷികവും ജഡികവും പൈശാചികമായിട്ടുള്ള നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ക്രൈസ്തല്ലോ. ഹല്ലേലൂയ. സമാധാനം സ്ഥാപിക്കുന്നവൻ ഭാഗ്യവാൻ, അവരെ ദൈവ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ക്രൈസ്തല്ലോ. അപ്പൊ സമാധാനം കെടുത്തുന്നവരാരായിരിക്കും? അപ്പൊ നമ്മൾ സമാധാനം കെടുത്താറുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കി. സമാധാനം സ്ഥാപിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അതായത് നമ്മൾ പറയാറില്ല, ഞാൻ ദൈവമക്കളുടെ സ്ഥാനത്താണ്, ദൈവം എന്നെ ഉയർത്തിയിട്ട്, ദൈവം എന്നെ പ്രാർത്ഥിക്കാനും കുർബാനയ്ക്കൊക്കെ വിടുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ പറയും. പക്ഷേ നമ്മൾ വഴിയായിട്ട് ചിലരുടെ സമാധാനം കൊടുക്കൂല. നമ്മളെ കാണുമ്പോൾ തന്നെ അവർക്ക് കരിയും ദേഷ്യം.